ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഇത് കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഇങ്ങനൊരു സജഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഭാഗം എത്തുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിങ്ങിന്റെ ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റീഡിംഗ് അല്ല എന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല പോസിറ്റീവ് വൈബോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതൊരു സെപ്പറേഷൻ ടൈം തന്നെ ആയിരിക്കാം. ഇവിടെ കൂടുതൽ ആളുകളും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു റീഡിങ് തന്നെയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണോ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി, അതായത് ഫസ്റ്റ് നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഏതൊക്കെയോ രീതിയിൽ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, അത്തരത്തിലാണ് നമുക്കൊരു എനർജി കിട്ടുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ മുൻപ് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള വ്യക്തികളും ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കണ്ടുമുട്ടുകയും അത് പിന്നീട് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ വളരെ ഒരു സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ജീവിതം മടുത്തു എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഏഞ്ചലിനെ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ശരിക്കും സാധാ ഒരു ഫ്രണ്ട് ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ എന്നൊരു രീതിയിലൊരു അട്രാക്ഷൻ മാത്രമേ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സേ ഈ വ്യക്തിയോട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് നിങ്ങളെ ശരിക്കും ഫോഴ്സ് ചെയ്ത് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ തമ്മിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ അവര് പതിയെ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെ പീക്കിലെത്തുകയും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളും അവരും ഏറ്റവും കൂടുതൽ ലൈഫിൽ സന്തോഷിച്ച ഒരു സമയങ്ങളൊക്കെ തന്നെയായിരുന്നു അത്. നല്ല രീതിയിൽ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നീട് നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പതിയെ പതിയെ അവരിങ്ങനെ മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ലൈഫ്, അതായത് ഇപ്പോൾ നിങ്ങളുള്ള ഈ ഒരു ഫാമിലി ലൈഫിൽ
പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കിയാണ് അവർ ഇത്തരത്തിൽ പതിയെ ആ ഒരു ഈ ഒരു വ്യക്തിയെ ചൊല്ലിയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ വക പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ ഇവർ സെപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയി എന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ ലെസ് കോണ്ടാക്ട് പോയെങ്കിലും ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ തന്നെയാണ്, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യക്തി. അവർക്ക് എപ്പോഴും വിഷമമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ. ഇങ്ങനെ ഒരു ഇത് പറ്റിയല്ലോ, അവരെ കാണാൻ സാധിക്കുന്നില്ലല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അവർ തന്നെ ഇതിൽ നിന്ന് പോയതായിരിക്കാം. പക്ഷെ എങ്കിലും അവർ വളരെയധികം വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലങ്ങൾ കാണുമ്പോൾ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലൂടെ, ഈ ഒരു സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരുമിച്ച് പോയതാണല്ലോ എന്നൊക്കെ ഓർത്ത് അവർ വിഷമിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നു. ചില ആളുകളെ കാണുമ്പോൾ നിങ്ങളെ പോലെ തോന്നുന്നു, ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ അതേ രൂപമായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ഈ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നിങ്ങളുടെ ഒരു വണ്ടിയുടെ കളറൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു കളർ അല്ലെങ്കിൽ ഈ ഒരു ആയിരുന്നല്ലോ അവർ ഉപയോഗിച്ചിരുന്നത്, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണോ വരുന്നത്, അല്ലെങ്കിൽ അവളാണോ വരുന്നത്, അവനാണോ വരുന്നത് എന്ന് വരെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ എപ്പോഴും തന്നെ അവർ നിങ്ങളെയാണ് തിരയുന്നത്. അവർക്കറിയാം ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വരാനായിട്ട് യാതൊരു ചാൻസും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് അറിയാമെങ്കിൽ കൂടി അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡ്രീംസ് ഒക്കെ അവർ കാണാറുണ്ട് റിപ്പീറ്റ് ആയിട്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ വരുന്നുണ്ടാകാം, നിങ്ങൾക്കും ഇതുപോലെയുള്ള എനർജീസ് ഒക്കെ കിട്ടുന്നുണ്ടാകാം. അപ്പോൾ ഡ്രീംസ് ഒക്കെ അവർ കാണാറുണ്ട് റിപ്പീറ്റ് ആയിട്ട്. അവർ പലപ്പോഴും നിങ്ങളെ പല പല ഡ്രീമുകളിൽ കാണുന്നു, സ്വപ്നങ്ങളിൽ നിങ്ങളെ കാണുന്നുണ്ട്. സ്വപ്നങ്ങളിൽ നിങ്ങളുമായിട്ട് അവർ വളരെയധികം സെലിബ്രേഷൻസ് വരെ നടത്തുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ലൈഫിൽ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ചെലവഴിച്ച സമയമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഓർത്ത് അവർ സന്തോഷിക്കുകയാണ്, ആ ഒരു സമയം കിട്ടിയതിനെ ഓർത്ത്. അപ്പം നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയം അവരുടെ ഒരു ജീവിതത്തിലെ സ്വീറ്റ് മെമ്മറീസ്, ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മകളായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ വ്യക്തി ഇങ്ങനെ പതിയെ നിങ്ങളിൽ നിന്നും മാറിപ്പോയ സമയത്ത് നിങ്ങൾ അവരെ ഒത്തിരി സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. വളരെയധികം അവരെ നിങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ടാവാം, കോൾ ചെയ്തിട്ടുണ്ടാവാം, ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്തൊക്കെ അവർ നിങ്ങളെ പലപ്പോഴും അവഗണിച്ച് പോയതായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഭയങ്കര ദേഷ്യമായിരിക്കാം, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ അവര് ചെയ്തിരുന്നത് ഒത്തിരി ഒരു ഹൃദയവേദനയോടെയാണ്. അവർക്ക് ശരിക്കും നിങ്ങളെ വേണം, ഇത് വേണം ഒക്കെയാണ്. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം, അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. എങ്കിലും കൂടുതലും അവരൊരു കെയർ കൊടുത്തത് നിങ്ങളുടെ ഒരു സൈഡിലേക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ കെയർ കൊടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിലും ഒരു ഹൃദയവേദനയോടെ തന്നെയാണ് നിങ്ങളോട് ഇവർ ഈ ഒരു അവഗണനയൊക്കെ കാണിച്ചിരുന്നത് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അവർ കാരണം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ അവര് നിങ്ങളെ വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പിക്ചറൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ എന്നൊക്കെ ഓർത്ത് അവർ ഒത്തിരി സന്തോഷിക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരുമിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവരിപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ കൂടിയും അവരതൊരു പ്രതീക്ഷയായിട്ട്, ഒരു സന്തോഷമായിട്ട് അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. അവരിപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരൊരു ആക്ഷനും എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പം യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ അവർക്ക് നൽകട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണുന്നത്. നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട് അവർക്ക്. പക്ഷെ നിങ്ങളുടെ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അത്തരത്തിലൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ തൊട്ടടുത്ത് നിന്ന് ഒന്ന് കാണാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു എനർജി വളരെയധികമായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ ഒരു വെൽവിഷർ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് സക്സസ് മാത്രം ലൈഫിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വെൽവിഷർ മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ. നിങ്ങൾക്ക് അവരോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ടാകും, ഇങ്ങനെ പെട്ടെന്ന് ഇട്ടിട്ട് പോയത് കൊണ്ടൊക്കെ. അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ഫാമിലി ലൈഫിൽ തകർക്കാനായിട്ട് ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നല്ല ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് അവർ ഈ ഒരു സ്നേഹം ഇവിടെ അവഗണിച്ച് പോയത് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം.
സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എൻ്റെ സ്നേഹം എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവരുടെ പ്രോബ്ലംസ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവർക്കും അപ്പോൾ അവരുടെ ഫാമിലിയിലും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അവർക്കും ആ ഒരു സൈഡിൽ നിന്ന് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, അവർക്ക് നിങ്ങളില്ലാതെ വളരെ ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ അവർ ഒത്തിരി മാറിയിരിക്കുന്നു ഈ ഒരു സമയത്ത്. പല പല ജീവിത പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പല ഹാർഡ് ലെസൺസ് ഒക്കെ പഠിച്ച് അവരൊത്തിരി മാറിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇൻമച്വർ. പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു, ഞാൻ വളരെ സെൽഫിഷായിട്ടും ഇൻമച്വറായിട്ടും ഒക്കെ നിൻ്റെ അടുത്ത് പെരുമാറി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി സോറി സോറി. ഓക്കെ, നിങ്ങളെ അവഗണിച്ച് പോയതിനു ശേഷം വളരെ മോശമായിട്ടൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാകും. അല്ലെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഫാമിലിയിൽ ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതിനൊക്കെ ഈ ഒരു സമയത്ത് അവർ ക്ഷമ ചോദിക്കുകയാണ്. യു ടച്ച് ടു മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് അവർ ഈ സമയത്ത് പറയുകയാണ്. ഐ നെവർ ലവ്ഡ് എനിവൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, ഒരിക്കലും നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ വ്യക്തി പറയുന്നുണ്ട്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് എവറിത്തിങ്. ഓക്കെ, നിങ്ങളാണ് എൻ്റെ ഹൃദയം, ആത്മാവ്, എൻ്റെ നിധി, എൻ്റെ ഇന്നും നാളെയും എല്ലാം നിങ്ങളാണ് എന്ന് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, യെസ് ഐ ആം ജെലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനിവൺ. യു ആർ മൈൻ. ഓക്കെ, അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ജെലസ് ഒക്കെ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളൊരു ഫാമിലിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആ ഫാമിലിയിലുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് അസൂയ തോന്നുകയാണ്. ഒരു വ്യക്തിയുടെ കൂടെയോ മറ്റൊരാളുകളുമായിട്ടൊക്കെ നിങ്ങൾ മിങ്കിളായി നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് 1 month എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വയനാട് ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് വീണ്ടും ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ 4 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 47, നമ്പർ 47. ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1983. ക്രേസി, നിങ്ങളുടെ പേഴ്സൺ വളരെ ക്രേസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്രേസി ആയിരിക്കാം. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1986. വിത്തിൻ 72 hours. ഓക്കെ, ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. മോൾ ഓൺ റൈറ്റ് സീക്സ്, വലതുവശത്ത് കവിളുകളിൽ മറുകുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിങ്ങളെ അവർ ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്നുണ്ടാവുക, നിങ്ങളെ കാണുന്ന, സന്തോഷിക്കുന്നൊക്കെ ഉണ്ടാകാം. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. 2004 എന്ന് പറയുന്നൊരു വർഷമാണ് ലാസ്റ്റ് നമുക്കൊരു ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.